ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് ഒരു ചെറിയ മഴക്കാറും കണ്ട് കുളിയും കഴിഞ്ഞ് ഒരു നല്ല വെജിറ്റേറിയൻ ലഞ്ചും കഴിച്ചിട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഒരു വീക്കെൻഡ് വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല ഭാഗ്യവശാൽ, മടി കാരണം. ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു വീഡിയോ ആണത്, വിത്ത് ഓൾ ദ ഹോസ്പിറ്റൽ ക്ലിപ്സ്, പിന്നെ കഴിക്കാൻ പോയതിൻ്റെ കുറച്ച് ഫുട്ടേജസ്, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് യു ഓൾ മൈ 35 വീക്സ് ലൈഫ് അപ്ഡേറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. 11:40 അപ്പോയിൻമെൻറ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ എത്രയായി? 12 മണി ആവാറായി. എന്നാൽ അവരെപ്പോഴും ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ചു പോയി കാണും. ഇത് പ്രഫു ഉണ്ട്. ഹായ് പറ പ്രഫു. ഈ പറഞ്ഞ പോലെ ഡോക്ടറെയൊക്കെ കണ്ടു വന്നു. ആസ് യു ഓൾ നോ, 35 വീക്സ് എന്ന് പറയുമ്പോൾ I have just few days or weeks left ഇനി ബേബി വരുന്നതിന് മുന്നേ. അപ്പോൾ ഡോക്ടർ വലിയ പ്രോബ്ലംസ് ഒന്നും പറഞ്ഞില്ല, എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. നമുക്കിനി വീക്ക്ലി അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, സോ അതിനൊക്കെ ഇനി പോകണം. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ എവിടെ കയറി? തലപ്പാക്കട്ടി ബിരിയാണിയിൽ കയറി. അപ്പോൾ ബിരിയാണീസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതുപോലെ തമിഴന്മാരുടെ ബിരിയാണിയാണ്. തലപ്പാക്കട്ടി, മുനിയാണ്ടി ബിരിയാണി, അങ്ങനെയൊക്കെ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണെങ്കിലും ഇവർ ഭയങ്കര തട്ടിപ്പാണ് ഗൈസ്. ബിരിയാണിയുടെ കലത്തിൻ്റെ സൈസും കുറച്ചു, കറിയൊക്കെ ക്വാണ്ടിറ്റിയും കുറവാണ്. അന്യസംസ്ഥാന ബിരിയാണികളൊന്നും പ്രഭുവിന് വലിയ ഇഷ്ടമല്ല, എന്നാലും പ്രഭു കഴിക്കും. അതിനുശേഷം പോൾസ് ക്രീമറിയിലേക്കാണ് പോയത്. പ്രഭു അറിയാതെ ഒന്ന് പറഞ്ഞു പോയി കഴിച്ചാൽ കൊള്ളാമെന്ന്. പിന്നെ ഞാനത് വിട്ടില്ല. അങ്ങനെ എന്തായാലും അവിടെ കയറിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ എത്തി ഗൈസ്. ഞാൻ പോൾസ് ക്രീമറിയും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസേർട്ട് സ്പോട്ടാണ്. യൂണിക്കോൺ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഒരു സ്കൂപ്പെങ്കിലും അത് പറയും. പക്ഷെ ഇത്തവണ അത് കണ്ടില്ല, സോ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചു. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ബേബിക്ക് വേണ്ടിയിട്ട്. അതിൽ ഞാൻ 1-2 ഐറ്റംസ് കാണിച്ചു തരാം. ഒന്ന് ഈ ഇങ്ങനത്തെ കെട്ടുടുപ്പാണ്, ചെറിയൊരു പ്രിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. പണ്ട് കാലത്തൊക്കെ ഈ വൈറ്റ് ഡ്രസ്സ് മാത്രമേ ഇടിപ്പിക്കുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ലല്ലോ. ജനിച്ച കുട്ടിക്കും കളർ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു ഫുൾ ബോഡി സൂട്ട്. ഇപ്പോൾ ബേബീസിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബേബീസിനുള്ള ഐറ്റംസ് ഒക്കെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുക എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പ്രിപ്പയർഡ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ. പിന്നെ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബേസിക് സ്വാഡൽ ക്ലോത്ത്, 1-2 ഡ്രസ്സസ്, അങ്ങനെയൊക്കെ. പിന്നെ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കടയിൽ പോയിട്ട് 1-2 ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണമെന്ന്. കാരണം ബേബി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ. നല്ല രസമാണ് അവരുടെ ക്യൂട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ. ഇത് കണ്ടോ, ഇത് മിറ്റൻസ് ആണ്, കയ്യിലും കാലിലൊക്കെ ഇടുന്ന ഐറ്റംസ്. അപ്പോൾ അങ്ങനെ 1-2 ഞാൻ എടുത്തു. അതിലൊരെണ്ണം ഒരു പൂക്കിയ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ഗേളിൻ്റെ ഡ്രസ്സാണ്. ഗേളിൻ്റെ പെട്ടെന്ന് മനസ്സിലാവും. മാക്സിമം 2 പേർക്കും ഇടാൻ പറ്റിയ ടൈപ്പാണ് എടുത്തേക്കുന്നത്. എന്നാലും ഒരു ഗേളി ടച്ച് ഉള്ള ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അടുത്ത വ്ളോഗിൽ എങ്ങാനും കാണിച്ചു തരാം. അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചു. എന്തായാലും ബേബി ചെറുതല്ലേ, അപ്പോൾ ഗേൾ ഓർ ബോയ് നമുക്ക് വൺസ് ഇടിയിപ്പിക്കാന്നുള്ള ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ പറ്റുവാണെങ്കിൽ ചെയ്യാം. ഇതുപോലെ ബേബിക്ക് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുക്കിയതൊക്കെ കാണിച്ചുകൊണ്ട്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടൊന്നുമില്ല. സോ ഇറ്റ് വോണ്ട് ബി ലൈക്ക് എ ടിപ്പിക്കൽ വാട്ട് ഇസ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്, അങ്ങനത്തെ സ്റ്റഫൊന്നും ആയിരിക്കില്ല. എന്നാലും ജസ്റ്റ് ഫോർ എ മെമ്മറി കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം.
പിന്നെ ഡോക്ടർ ബേബിയുടെ കിക്സ് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും എത്ര മണിക്ക് കിക്ക് കിട്ടി, ഇപ്പോഴും കിക്കുന്നുണ്ട് ഗൈസ്, അങ്ങനെ അത് നമ്മൾ നോട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പേപ്പർ കൈ പിടിച്ചുകൊണ്ടല്ല നടക്കുന്നത്, ഫോൺ മിക്കപ്പോഴും കയ്യിലുണ്ടാവും. അപ്പോൾ ഫോണിൽ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കും ടൈമിങ്സ് ഒക്കെ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലാസ്റ്റ് മന്ത്സിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും കുറവോ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡോക്ടറെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഷുഗർ മോണിറ്റർ ചെയ്യാനുള്ള ചാർട്ട്. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഞാൻ ഒരു ഡെയിലി ബേസിസിൽ 3 to 4 ടൈംസ് എൻ്റെ ഫിംഗേഴ്സ് പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷുഗർ ചെക്ക് ചെയ്യാൻ. ആസ് യു ക്യാൻ സീ, ഇത് കണ്ടോ, തൊലിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അത്യാവശ്യം കൺട്രോൾഡ് ആണ്. മോസ്റ്റ്ലി എല്ലാവർക്കും ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതൽ പേർക്കും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട്. മെഡിക്കേഷൻസ് ഒന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. കൺട്രോളിലാണ്, എന്നാൽ അങ്ങനെ ഓവർ കൺട്രോളും അല്ല. ഞാൻ പറ്റുമ്പോഴൊക്കെ എനിക്ക് വേണ്ടതൊക്കെ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷനായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി സൺഡേ ഈവനിങ്ങിലെ കുറച്ച് വിശേഷം കാണാം. ഇത് ദീപാവലിക്ക് വേണ്ടി വാങ്ങിയ കമ്പിതിരിയായിരുന്നു. അന്ന് ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ആ ദിവസം നമുക്ക് ഫുള്ള് കത്തിക്കാൻ പറ്റില്ല. സോ ബാക്കി വന്നത് ഞങ്ങൾ കത്തിക്കുമായിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ മഴ നിന്നിരുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും നോക്കിയാൽ ഇതുപോലെ ബാക്കി വന്ന പടക്കങ്ങൾ പൊട്ടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു 7:30 ആയപ്പോഴേക്കും ആകാശ് വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നത് പ്രമാണിച്ച് നമ്മൾ പാരഗണിലെത്തി. അപ്പോൾ പ്രസൻറ്റേഷൻ പോലെ തന്നെ അവരുടെ ഫുഡൊക്കെ ടേസ്റ്റിയും ഫുൾഫില്ലിങ്ങും ആയിരുന്നു. ഇതാണ് തട്ടുകട പ്രോൺസ്, അതൊരു അടിപൊളി സാധനമായിരുന്നു. പിന്നെ നമ്മളൊരു കബാബാണ് പറഞ്ഞത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചട്നിയും മയണൈസൊക്കെ ആയിട്ടാണ് വന്നത്, അതും അടിപൊളി. പിന്നെ ട്രൈബൽ ബീഫ്, ഇതൊരു ഹേസൽനട്ട് മാർക്ക് ചെയ്യുന്നു, അങ്ങനെ എന്താണ് പേര്. ഒരു നല്ലൊരു ഡെസേർട്ടായിരുന്നു, ചോക്ലേറ്റ്. അങ്ങനെ എൻ്റെ സൺഡേയും കഴിഞ്ഞു. വീക്കെൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ സ്റ്റോറി. പിന്നെ ഈ ഒരു 35 വീക്സിലൊക്കെ എത്തി നിൽക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യണത്. ബിക്കോസ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഒരു 7 months, 5-6 monthsലെന്തോ ആണ് ചെയ്തത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡ്സ് മെയ്ഡായിരുന്നു ഞാൻ. അപ്പോൾ ആ ദിവസം നല്ല ഗെറ്റപ്പിൽ ആയതുകൊണ്ട് അന്ന് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതിനായിട്ട് പുറത്ത് പോകാനൊന്നും വേറെ ടൈം കണ്ടെത്താൻ വയ്യ. സോ അന്ന് ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്തു. അന്നേരം പക്ഷേ ടമ്മി ഒന്നും അത്ര വിസിബിൾ അല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഓക്കെ ഡു ഇറ്റ് വൺസ് യു ആർ 8 or 9 months, അപ്പോൾ അത്യാവശ്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ ഇപ്പോൾ ഡെലിവറി കഴിയാറായി. പക്ഷേ എനിക്കിപ്പോഴും ആ ഒരു ഫുൾ ടേം തോന്നിക്കുന്ന ഒരു ബമ്പ് എനിക്ക് വന്നിട്ടില്ല. എന്നാൽ ജെമിനിയിലിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജെമിനി എന്ത് ചെയ്താ എൻ്റെ മുഖം ശരിയാവത്തില്ല. ഐ ഡോണ്ട് നോ വൈ. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഫേസൊക്കെ സെറ്റ് ആവുന്നുണ്ട്. കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ ജെമിനിക്കും ഒരു എഐക്ക് പോലും താങ്ങാൻ പറ്റുന്ന ഒരു സൗന്ദര്യമല്ല എൻ്റെത്. വിഷമമുണ്ട് പറയുമ്പോൾ, എന്നാലും ഇതാണ് അവസ്ഥ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം എന്നാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലാതെ ഹുവെവർ. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, പ്രഗ്നൻ്റ് ആൻഡ് ട്രാപ്ഡ് സിറ്റുവേഷൻഷിപ്പാണെന്നാണ്. സിറ്റുവേഷൻഷിപ്പാണ്, അത് കറക്റ്റാണ്. പക്ഷേ എനിക്ക് ബോർഡം ഒന്നുമില്ല. കാരണം ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഇൻ ദ സെൻസ് ഞാൻ ആർക്കും ഇപ്പോൾ റെസ്പോൺസിബിൾ അല്ല. എനിക്കിപ്പോൾ ആരുടെയും റെസ്പോൺസിബിലിറ്റി എടുക്കണ്ട. അങ്ങനെ ഒരു ഇറസ്പോൺസിബിൾ ഫേസ് ഓഫ് മൈ ബ്യൂട്ടിഫുൾ ലൈഫ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ എന്നെ എൻഗേജ്ഡ് ആക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് ബോറടിച്ച് പോവും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും കുറേ ആൾക്കാരില്ലെങ്കിൽ ഞാൻ ബോറടിച്ച് പോവും. അങ്ങനെയൊന്നും എനിക്ക് ഇല്ല. പണ്ട് മുതൽ ഇഫ് ഐ എം ലെഫ്റ്റ് അലോൺ ഞാൻ അത്രയും സന്തോഷം, സമാധാനം. ഒറ്റയ്ക്കാണെങ്കിലും എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്ന് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ പടം വരയ്ക്കുക, ഫോണിൽ കുത്തുക, എനിക്ക് വേറെ ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ സമയം പോവും. പിന്നെ കുറേ പേർക്ക് ഭയങ്കര ലോങ് ജേർണി ആയിട്ട് തോന്നും ഈ 9 months എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക്
ഈ മോർണിംഗ് സിക്നസ്സിൻ്റെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ബേബിയെ കാണാനും. അപ്പോൾ നമുക്ക് സമയം പോവാത്ത പോലെ തോന്നും. ഇതിപ്പോൾ വെയിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ സമയം പോകത്തില്ല, ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നും. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ ഞാനാണെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയൊന്നുമല്ല. എനിക്ക് ആ ദിവസം പയ്യെ വന്നാൽ മതി, അതുവരെ ഞാൻ സമാധാനമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. സോ ഇപ്പോൾ ബാക്കോട്ട് നോക്കുമ്പോൾ ദിവസങ്ങൾ വേഗം ഇങ്ങ് എത്തിപ്പോയി എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ലോങ് ജേർണി ആയിട്ടും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടും ബോറടി ആയിട്ടും ഒന്നും തോന്നുന്നില്ല. ഐ എം ജസ്റ്റ് ഹാവിങ് ദ പീസ്ഫുൾ ഡേയ്സ് ഓഫ് മൈ ലൈഫ് അലോൺ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഒരു 35 വീക്സ് അപ്ഡേറ്റ് എന്നൊക്കെ പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, ചെറുതായിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും. സോ ബേസിക്കലി ഐ വാണ്ടഡ് ടു വലിച്ചിന്നിട്ടൽ ദിസ് വീഡിയോ ടു അറ്റ്ലീസ്റ്റ് 4-5 minutes. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് അത് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഹിയർ വി കം ടു ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഗിവ് എ തംസ് അപ്പ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾവേസ് കീപ് മീ ആൻഡ് മൈ ബേബി ഇൻ യുവർ പ്രയേഴ്സ്. അപ്പോൾ പറ്റുമെങ്കിൽ പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും ബൈ.